ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ലേഹ്യം ഉണ്ടാക്കണം കേട്ടോ. ഉലുവ ലേഹ്യം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണ ഉണ്ടാകുന്ന 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സ്വാദിഷ്ടമായ നല്ല ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു ലേഹ്യം. അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം ഉലുവ ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തി വെച്ച ഉലുവ അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരയൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാൽ, 1-ാം പാലും 2-ാം പാലും. അല്ല, 2-ാം പാലിൽ കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ഉലുവ അരച്ചത് കേട്ടോ. നന്നായി അരയൊന്നും വേണ്ട, അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ തേങ്ങാപ്പാലിൽ അരച്ച ഉലുവ നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട്, ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, അങ്ങനെ വരട്ടി വേവിച്ചെടുക്കണ ലേഹ്യമൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. സാധാ നമ്മുടെ ചീനച്ചട്ടിയും കട്ടിയില്ലാത്ത പാത്രമൊന്നും എടുക്കരുത്. അപ്പോൾ അതിലേക്ക് ഈ ഉലുവ, തേങ്ങാപ്പാലിൽ അരച്ച ഉലുവ ഇട്ട് വേവിക്കുക. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി, അതായത് 2-ാം പാൽ കേട്ടോ. 1-ാം പാൽ നമ്മൾ എടുത്തിട്ടേ ഇല്ല, അത് അവസാനം ഒഴുക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ 2-ാം പാലിൽ ഇട്ടിട്ട് ഈ ഉലുവ വേവിക്കണം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ, കുഴപ്പമില്ല. എന്നിട്ട് അത് വെന്ത് വരുമ്പോൾ, കുറച്ചൊക്കെ വെന്ത് വരുമ്പോൾ ആ സമയം നമ്മളതിലേക്ക് നെയ്യിട്ട് കൊടുക്കുക. ഈ നെയ്യിൻ്റെ അളവ് ഓപ്ഷണലാണ് കേട്ടോ. നെയ്യ് ഓപ്ഷണലല്ല, നെയ്യ് ഇടണം, പക്ഷെ അതിൻ്റെ അളവ് ഓപ്ഷണലാണ്, അവനവൻ്റെ ഇഷ്ടത്തിന്. ഇപ്പം നെയ്യൊന്നും അധികം കഴിക്കാൻ പറ്റില്ലാത്തവർക്ക് നെയ്യിൻ്റെ അളവ് കുറയ്ക്കാം. ഈ നെയ്യ് കഴിക്കാം, അതിൻ്റെ സ്വാദ് ഇഷ്ടമാണ്, അതിൻ്റെ മുന്നിലേക്ക് നിൽക്കുന്ന ആ സ്വാദെങ്കിൽ നെയ്യ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്, വീണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ നെയ്യും കൂടി ചേർത്തിട്ട് ഈ വിരകി വെച്ചതിൽ അതൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചായിരുന്നു കുറച്ച് ശർക്കരപ്പാനി. അത് മതിയാവുമെന്ന് വിചാരിച്ചിട്ട് അത് വെച്ച് ഒഴിച്ചു നോക്കി. പക്ഷേ അത് ഉലുവയുടെ കയ്പ്പ് കുറച്ച് മുന്നിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി മധുരം ചേർത്താലുള്ളൂ അത് ബാലൻസ് ആവുക, അതിൻ്റെ കയ്പ്പ് കുറച്ച് കുറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് അതിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ശർക്കരപ്പാനി ചേർക്കാൻ കേട്ടോ. കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മധുരം കുറച്ചുകൂടി വേണം, ഉലുവയുടെ കയ്പ്പ് മുന്നിലേക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കണം, അപ്പോഴേ അത് ടേസ്റ്റ് ശരിയാവുള്ളൂ കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കും വേണ്ട, കുറച്ചൊഴിച്ചിട്ട് നിർത്തും വേണ്ട. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരപ്പാനി അതിൽ സെറ്റാക്കി ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പാകത്തിന് നമ്മൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഇതിപ്പോൾ നമ്മുടെ തിരുമാന്താംകുന്നിൽ രക്തപുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രസാദമല്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ലാസ്റ്റ് നമുക്ക് ആയി വരുമ്പോൾ ഉണ്ടാവുക കേട്ടോ, ആ ഒരു കളറും. ഇപ്പോൾ ഞാൻ ചേർത്തത് 1-ാം പാലാണ്, അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഞാനത് പാലാക്കിയിട്ട്, അതാണ് അങ്ങനെ കട്ടയായിട്ടുള്ളത്. ഈ 1-ാം പാലും ചേർത്തിട്ട് അത് ഇളക്കുക. കുറച്ചും കൂടി കട്ടയാവാനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു രക്തപുഷ്പാഞ്ജലിയുടെ പ്രസാദം കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് നമ്മളിത് ആക്കിയെടുക്കണം. ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ. നെയ്യും ശർക്കരയൊക്കെ നിങ്ങൾക്ക് മധുരം കൂട്ടണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്തിയാൽ മതി, അതാണ് ഞാൻ അളവ് പറയാത്തത്. അപ്പോൾ ഈ 1-ാം പാലും തേങ്ങാപ്പാലും ശർക്കരയും നെയ്യും കൂടി ഇത് വെന്തിങ്ങനെ വരുമ്പോൾ നല്ലൊരു സുഗന്ധം വരും കേട്ടോ. അടുക്കളയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണം അങ്ങനെ വരും, ആ നെയ്യിൽ കിടന്നിട്ട് ശർക്കരപ്പാനിയിൽ ഇത് വേവുമ്പോൾ. ഇപ്പോൾ ഏകദേശം ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്ന ആ പരുവത്തിലായിട്ടുണ്ട്, അതായത് വേവായിട്ടുണ്ട്. ഇതിന് വേവ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് നമ്മൾ വെള്ളമൊക്കെ വറ്റിയത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ എടുത്ത് നോക്കിയാൽ അതിങ്ങനെ കയ്യിൽ പിടിച്ച് ഉരുട്ടിയാൽ അതിങ്ങോട്ട് മിഠായി പോലെ ഇങ്ങോട്ട് വരും. ഉരുട്ടി നമുക്ക് എടുത്ത് കഴിക്കാതെ ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് നിർത്താം കേട്ടോ. കർക്കിടക മാസമല്ലേ വരാൻ പോണത്. മരുന്ന് കഞ്ഞി, ലേഹ്യം, സൂപ്പ് ഇത്യാദികളൊക്കെ കഴിക്കണവരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഇതുണ്ടാക്കിയാൽ നമുക്ക് രാവിലെയും വൈകിട്ടും ഓരോ സ്പൂൺ ഇത് വെച്ച് കഴിച്ചാൽ നല്ലതാണ് ആരോഗ്യത്തിന്. കാരണം ഉലുവയൊക്കെ അല്ലേ, എല്ലാം ഹെൽത്തിയായ സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്